ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. 1286 ദിവസമാണ്. ഇതിനോടകം നമ്മൾ 71 കഥകൾ, 71 അതിലധികം കഥകൾ കേട്ടിട്ടുണ്ട്. അതിന്റെ സാരാംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ശ്രീകുമാരി മാമിൽ നിന്ന് കഥ കേൾക്കാം. മാം KSFBയിലെ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. തിരുവനന്തപുരമാണ് സ്വദേശം. കഥ പറയും, പാട്ടുകൾ പാടും, അങ്ങനെയൊക്കെയാണ് മാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്രീകുമാരി മാമിനെ. മാം, യു ആർ വെൽക്കം. നമസ്കാരം. ഗുഡ് ഈവനിങ് ആൾ. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്ന, ഈ സുവർണ വേദിയിൽ നിന്ന് ഒരു കഥ പറയുവാനുള്ള ഒരു അവസരം തന്ന സാബു സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുള്ളൂ. എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം, സുസ്വാഗതം. ഒരു മിനിറ്റ് മൗനമായിരുന്നതിന് ശേഷം തുടങ്ങാം മൗന പ്രാർത്ഥന. കഥയിലുമുണ്ട് കാര്യം. പുസ്തക വായന, അതിലൂടെയാണല്ലോ നാം എല്ലാം മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കുക. പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, അല്ലേ? പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളല്ലേ? നമുക്ക് ഏകാന്തതയിലെ കൂട്ടുകാർ. പുസ്തകം അറിവിന്റെ അത്ഭുത ലോകത്തിലേക്ക് പുസ്തകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ഏകാന്തതയിൽ നിന്ന് നമുക്കൊരു മോചനം. അറിവ് പകരുന്ന എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണെന്നാണ് നാം കാണുന്നത്. വായന നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തും. വായിക്കുക. വളർന്നു വരി കുടുംബം, കുട്ടികൾ, ബന്ധുക്കൾ എല്ലാം നാം മനസ്സിലാക്കും. വായിക്കുക. കുടുംബം, അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. കുടുംബം, എല്ലാവരുടെയും കുടുംബം ഇമ്പമുള്ളതായിരിക്കും, അല്ലേ? നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചേർത്ത്, കൂടും പ്ലസ് ഇമ്പം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നു ചേരുമ്പോൾ നടുക്ക് ഇമ്പമുണ്ടാകണം. പുരുഷനും സ്ത്രീയും ഒന്നു ചേരുമ്പോൾ നടുക്ക് ഇമ്പമുണ്ടാകണം. അച്ഛനും അമ്മയും മക്കളും ഒന്നു ചേരുമ്പോൾ ഇമ്പമുണ്ടാകണം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാർക്കെങ്കിലും? ശരിയാണ്. പക്ഷെ എന്നാൽ ഇന്ന് ചില കുടുംബങ്ങളിലൊക്കെ, എല്ലായിടും അങ്ങനെ ഇല്ല. കൂടുമ്പോൾ ഇമ്പം അല്ല, ചിലയിടത്തൊക്കെ കമ്പം പൊട്ടിത്തെറിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 1,20,000 ഡൈവേഴ്സ് കേസുകളാണ് കോടതിയിൽ കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഫാമിലി എന്നുള്ളതിനെ സായിപ്പ് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഫാമിലി, FAMILY. എഫ് എന്ന് വെച്ചാൽ എന്താ? ഫാദർ. എ ആൻഡ്. എം മദർ. ഐ ഞാൻ. എൽ ലവ് യു. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അച്ഛനമ്മമാരുടെ മുമ്പിൽ വന്ന് മക്കൾ അങ്ങനെ പറയുമ്പോൾ കുടുംബം ഉണ്ടാകുന്നു എന്നാണ് സായിപ്പ് പറയുന്നത്. അമ്മേ, അച്ഛാ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് എപ്പോൾ പറയുന്നു അപ്പോൾ കുടുംബമുണ്ടായി എന്നാണ് അതെ സായിപ്പ് പറയുന്നത് എന്നാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് കുടുംബത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു കഥയാണ്. NS അനിൽകുമാറിന്റെ, എല്ലാവർക്കും കേട്ടിട്ടുള്ളതായിരിക്കും, വിജയത്തിനും വേണ്ടേ ഒരു ജയം എന്ന പുസ്തകത്തിൽ കുടുംബത്തെക്കാൾ വലിയ തണൽ വേറെയുണ്ടോ എന്ന് ചോദിക്കും. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ്
പണ്ഡിത സദസ്സിൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മുത്തും പവിഴവും രത്നങ്ങളും എല്ലാം നിറഞ്ഞ ഒരു നിധിശേഖരം, നവരത്നങ്ങളുടെ മഹാശേഖരം. ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കേട്ടിട്ടുണ്ടോ എല്ലാരും? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതെ, നവരത്നങ്ങളുടെ മഹാശേഖരം. ഏതാണ് ഏറ്റവും വിശിഷ്ടമായ രത്നം? അദ്ദേഹം ചോദിച്ചു. പണ്ഡിതന്മാർ മുഖത്തോട് മുഖം നോക്കി. അതെന്തുകൊണ്ടായിരിക്കും? ഉത്തരം പറഞ്ഞാൽ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഉള്ള ഏറ്റവും വിശിഷ്ട രത്നത്തിന്റെ പേരല്ല പറയുന്നതെങ്കിൽ ശിക്ഷ കിട്ടും എന്നുള്ള ഭയമായിരുന്നു പണ്ഡിതന്മാർ മിണ്ടാതിരുന്നു. പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ നിന്നും പണ്ഡിതശ്രേഷ്ഠനായ വരരി മഹർഷി എഴുന്നേറ്റ് മഹാരാജാവിനോട് പറഞ്ഞു, പ്രഭു, ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം എനിക്ക് തരണം. പണ്ഡിതർ പരസ്പരം നോക്കി. വിക്രമാദിത്യൻ കസേരയിൽ നിന്ന് എണീറ്റ് വരരിജിയോട് പറഞ്ഞു, അങ്ങയുടെ ഉത്തരം പിഴയ്ക്കാറില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പറഞ്ഞാൽ. വരരിജി പറഞ്ഞു തുടങ്ങി, പ്രഭു, എന്നോട് ക്ഷമിക്കണം. നവരത്നങ്ങൾക്കും അപ്പുറം വിശിഷ്ടമായ മറ്റൊരു രത്നമുണ്ട്. ജീവന്റെ ചൈതന്യം നിറഞ്ഞ വിശിഷ്ടമായ ഒരു രത്നം. ഒരു നിലവറയിലും ഒളിപ്പിച്ചു വെക്കാനാവാത്ത ദിവ്യമായ കരുത്തുള്ള ആ രത്നമാണ്. എന്തോന്നാണത്? ആ രത്നം എന്താണ് ആ രത്നം? പറയൂ, എല്ലാവർക്കും പറയാം ആൻസർ. ആ രത്നം എന്താണ്? കുടുംബം. കുടുംബം. താങ്ക് യു സാർ. വിരലുകൾ കൂട്ടി ചുരുട്ടിയ മുഷ്ടി പൊക്കി പിടിച്ചുകൊണ്ട്, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിരലുകളില്ലാതെ വിരലുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു ശക്തി ഉണ്ടാകും. ആ ശക്തിയെ, ഏത് പ്രതിസന്ധിയെയും ഇടിച്ചു തകർക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു ശക്തി. ഉരുക്കിന്റെ കരുത്തുണ്ട് ആ ശക്തി. പണ്ഡിത സദസ്സിനെ വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള ആ ഉത്തരം കേട്ട് സന്തുഷ്ടനായ മഹാരാജാവ് തന്റെ രത്നശേഖരത്തിൽ നിന്ന് ഓരോന്നെടുത്ത് ഒരു പിടി വീതം കിഴികെട്ടി വരരുചിക്ക് സമ്മാനമായി നൽകി. പക്ഷേ അവിടെയും അറിവിന്റെ നിറകുടമായ മഹർഷി മറ്റൊരു ഉത്തരം കൊണ്ട് വിക്രമാദിത്യനെ വിസ്മയിപ്പിച്ചു. പ്രഭു, അങ്ങ് തന്ന ഒരു സമ്മാനവും ഞാൻ ഇതുവരെ നിരസിച്ചിട്ടില്ല. എന്നാൽ ഇതെന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ രത്നശേഖരങ്ങളെല്ലാം പകരം കൊടുത്താലും കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന്റെ മുന്നിൽ അതൊന്നുമാകില്ല. പരസ്പര ബന്ധവും സ്നേഹവും ഐക്യവുമുള്ള ഒരു കുടുംബത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല. പ്രഭു, നല്ല കുടുംബമെന്ന് പറയുന്നത് ഒരു തെളിഞ്ഞ കണ്ണാടി പോലെയാണ്. കുടുംബത്തേക്കാൾ വലിയ കുട വേറെയില്ല. ഉണ്ടോ? കുടുംബമല്ലേ ഏറ്റവും വലുത്? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? കുടുംബത്തേക്കാൾ വലിയ തണലും വേറെയില്ല. ആളുകൾ പൊതുവെ വില കൽപ്പിക്കാത്ത, നിസാരമായി തള്ളിക്കളയുന്ന, വിലമതിക്കാനാവാത്ത അമൂല്യമായ ഒന്നാണ് എന്നതിന് എത്ര മനോഹരമായാണ് വരരുചി പറയുന്നത്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ എണ്ണ എന്ന കഥ അറിയാത്തവരായിട്ട് ആരും കാണില്ല എന്നാണ് തോന്നുന്നത്. അത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എണ്ണ എന്ന കഥ വായിച്ചിട്ടില്ലാത്തവരുണ്ടോ? ഉണ്ട് മാഡം. ശരി, എന്നാൽ പറയാം. ഒരു നിധി തേടി പോകുന്ന ഒരു യുവാവിൻ്റെ കഥ. യാത്രക്കിടയിൽ അവൻ ഒരു ഗുരുവിന്റെ സന്നിധിയിൽ എത്തി. എന്നിട്ട് അവൻ ഗുരുവിനോട് ചോദിച്ചു, ജീവിത വിജയത്തിനുള്ള വഴികൾ എനിക്ക് പറഞ്ഞു തന്നാലും ഗുരു. വളരെ തിരക്കിലായിരുന്നു ഗുരു. അവനോട് പറഞ്ഞു, ഈ ആശ്രമം ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. അവൻ മുന്നോട്ട് നടക്കാൻ. പക്ഷെ അപ്പോൾ അദ്ദേഹം അവനെ തിരിച്ചു വിളിച്ചു. എണ്ണ നിറച്ച ഒരു സ്പൂൺ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതും കൂടെ കയ്യിൽ കരുതിക്കോളും. ശ്രദ്ധിക്കണം കേട്ടോ. കാഴ്ചകൾ കാണുന്നതിനിടയിൽ കയ്യിലെ എണ്ണ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കും.
ഗുരു പറഞ്ഞു. അതുപോലെ അവൻ ആശ്രമം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. ശേഷം മടങ്ങി. നീ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ഗുരു ചോദിച്ചു. അവൻ പറഞ്ഞു, കൊട്ടാര സദൃശമായ അങ്ങയുടെ ആശ്രമം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. പക്ഷേ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഉള്ള എണ്ണയിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ. ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ ഞാൻ തിരികെ എത്തിച്ചിരിക്കും. അപ്പോൾ ഗുരു പറയുന്നു, പോരാ, നീ ഒന്നുകൂടെ പോയി എല്ലാം കണ്ടുവരൂ, മടങ്ങി വരൂ, എല്ലാം കണ്ട് ആസ്വദിച്ചു വരൂ. അത് കേട്ട് അവൻ തിരിച്ചുപോയി. വീണ്ടും വന്നു. ഗുരു ഇപ്പോൾ ചോദിച്ചു, നീ എന്തൊക്കെയാണ് കണ്ടത് ഇപ്പോൾ? പറയൂ. മനോഹരമായ കൊട്ടാരം, അവിടെ കണ്ട അതിലെ മനോഹരമായ ഉദ്യാനം കണ്ടു. ഉദ്യാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്കുകൾ, മനോഹരമായ ശില്പങ്ങൾ, ശില്പഭംഗിയുള്ള ചുവരുകൾ, കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്ന മുറികൾ, പരവതാനികൾ, അലങ്കാര വസ്തുക്കൾ നിറഞ്ഞ കിടപ്പുമുറികൾ, വിവിധ വേദികളിൽ അരങ്ങേറുന്ന നൃത്തങ്ങൾ എല്ലാം കണ്ടു പ്രഭു ഗുരു. വർണ്ണനകൾക്ക് ശേഷം അദ്ദേഹം ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ തന്ന എണ്ണ എവിടെയാ? അപ്പോഴാണ് അവൻ എണ്ണയുടെ കാര്യം ഓർമ്മിക്കുന്നത്. നോക്കി, ഓ, ഒരു തുള്ളി പോലും ഇല്ലാതെ എണ്ണ തീർന്നിരിക്കും. ഗുരു പറഞ്ഞു, ഇതാണ് ജീവിതത്തിൽ നീ പഠിക്കേണ്ടത്. ഈ മനോഹര യാത്രക്കിടയിൽ മനോഹരമായ എല്ലാ കാഴ്ചകളും കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും. പക്ഷേ ഈശ്വരൻ കനിഞ്ഞു നൽകിയ അമൂല്യ രത്നങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. അതെന്തൊക്കെയായിരിക്കും? ഈശ്വരൻ കനിഞ്ഞു നമുക്ക് നൽകിയ രത്നങ്ങൾ എന്തായിരിക്കും? മക്കളാണ്. നമ്മുടെ കുടുംബം, കുട്ടികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ സമയം, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഏത് തിരക്കിട്ട ഓട്ടത്തിനിടയിലും നമ്മുടെ കയ്യിൽ അമൂല്യവത്തായ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഗുരു പറഞ്ഞു, നമ്മുടെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവിതം. അതിനെ നേരിടുക. അവിടെയാണ് ജീവിതം പൂർണ്ണമാകുന്നത്. ഈ കഥ കേട്ട് അയാൾ സന്തുഷ്ടനായി. തൻ്റെ ആഗ്രഹം അറിഞ്ഞ് ഗുരു ഉപദേശിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു കഥയുണ്ട്, അത് പറഞ്ഞിട്ട് എൻ്റെ കഥ പറയാം. അതാണ് എൻ്റെ കഥ. ഇത് എൻ്റെ കഥ പറഞ്ഞോട്ടെ. അതിന് ശേഷം എൻ്റെ കഥ എന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ, 8:30 ആയില്ലേ? 8:30 ആയില്ലല്ലോ? ഇല്ല, പറഞ്ഞോളൂ, സമയം ഇഷ്ടം പോലെ. അപ്പൊ ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ലീലയും രാധയും സുഹൃത്തുക്കളായി. അവർ അയൽക്കാരും, വളരെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്നത്. ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ചെന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടടുത്ത അയൽക്കാരാണ്. രണ്ടുപേരും കളിച്ചും ചിരിച്ചും അങ്ങനെ വളർന്നു. ലീല കുറച്ച് പ്രായക്കുറവ്, രാധയാണെങ്കിലും സ്കൂൾ ചേരാറായി. പക്ഷെ രണ്ടുപേർക്കും ഒറ്റയ്ക്കാ പറ്റില്ല. അങ്ങനെ ലീല കരയാൻ തുടങ്ങി. ഒടുവിൽ വിജയിച്ചു. കരച്ചിൽ വിജയത്തിലെത്തിച്ചു. രണ്ടുപേരും 1-ാം ക്ലാസ്സിലായി. ലീല പഠിക്കാൻ വിളിക്കുകയായിരുന്നു. രാധയ്ക്ക് അമ്മയെ സഹായിക്കാനായിരുന്നു താല്പര്യം. ലീല പഠിച്ച് ഒരു അംഗൻവാടി ടീച്ചറായി. രാധ അമ്മയെ സഹായിച്ച് അങ്ങനെ വീട്ടിനുള്ളിൽ ചുരുണ്ടുകൂടി. രണ്ടുപേരും വിവാഹിതരായി. 2 ആൺമക്കൾ. അവർ സ്കൂളിൽ പഠിക്കാൻ സമയമായി. ലീല ആഗ്രഹിച്ചു തൻ്റെ മകൻ പഠിച്ച് വലിയൊരാളാണ്. ഒരു ദിവസം സ്കൂളിൽ നിന്നും വന്ന 2 മക്കൾ ഒരു വഴുതനങ്ങ കൊണ്ടുപോയി. വഴിയിൽ കിട്ടുകയാണെന്ന് പറഞ്ഞു. ലീലയുടെ ഹൃദയം തുടിച്ചു. ഓ, അവക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മകൻ കക്കാൻ പഠിച്ചിരിക്കുന്നു. താനിനി എന്തു ചെയ്യും? അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. കുറച്ച് വേപ്പിലയിട്ട് അവൾ വഴുതിനങ്ങ കറി വെച്ചു. മോന് കൊടുത്തു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് ഒക്കാനും വന്നു. എന്താ അമ്മ ഇത്? അവൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, എനിക്കറിയില്ല.
അവർ ഒരു കഷ്ണം രുചിച്ചു നോക്കി. എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞു. എന്താ അമ്മ ഇപ്പോൾ മനസ്സിലായോ? മകൻ ചോദിച്ചു. മനസ്സിലായി മോനെ, അമ്മ പറഞ്ഞു. നിന്റെ പുരയിടത്തിലല്ല കിട്ടിയതല്ലല്ലോ ഇത്, നിനക്ക് ആരും തന്നതുമല്ല. നീ ഇത് കട്ടതല്ലേ മോനെ, കട്ടത് കഴിക്കും, അതങ്ങനെയാ, അമ്മ പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കണ്ട കേട്ടോ, അമ്മ വീണ്ടും പറഞ്ഞു. അവന്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. ഇല്ലമ്മേ, ഞാനിനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. അവൻ വളർന്നു വലുതായി, ഒരു പോലീസ് ഓഫീസറായി. ഈ സമയത്ത് രാധയാണെങ്കിലും മകനോടൊന്നും പറഞ്ഞില്ല. നല്ല രീതിയിൽ കറിവെച്ച് കൊടുത്തു. മകൻ സന്തോഷിച്ചു. അവൻ വീണ്ടും വീണ്ടും പലതും കക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു കള്ളനായി മാറി. ലീലയുടെ മകൻ വലിയൊരു പോലീസ് ഓഫീസർ. രാധയുടെ മകനാണെങ്കിലും കൊടും കൊലയാളിയായി വളർന്നിരിക്കുകയാണ്. ഇന്നിതാ അവൻ തൂക്കുമരത്തിന്റെ നിഴലിൽ മരണം കാത്തു. അന്ത്യാഭിലാഷൻ ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് അമ്മയെ കാണണം. അമ്മ വന്നു, അടുത്ത് വിളിച്ചു. അപ്പൊ അവിടെ എന്താ ഉണ്ടായത്? അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു. ഒരു കഷ്ണം അവന്റെ വായ്ക്കുള്ളിൽ. എനിക്കിന്ന് ഇവിടെ വരേണ്ടി വന്നത് എന്റെ അമ്മ കാരണം. അന്ന് നല്ലത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. അമ്മ മകനെ ശ്രദ്ധിക്കണം. മകന്റെ ബാഗിൽ എന്തുണ്ട്, വേണ്ടാത്തത് വല്ലതും ഉണ്ടോ എന്നെല്ലാം നോക്കി കറക്റ്റ് ചെയ്യണമായിരുന്നു. നല്ല വഴിക്ക് കൊണ്ടുപോകണം. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയല്ല വേണ്ടത്. രക്ഷിതാക്കൾ രക്ഷിക്കാത്ത മക്കളെ ദൈവത്തിന് പോലും രക്ഷിക്കാനാവില്ല. ഓരോ ശിശുവും പാരമ്പര്യ സ്വഭാവമായിട്ടാണ് ഒരു പ്രത്യേക സാമൂഹിക, സാമ്പത്തിക, വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴും. പിന്നീട് ആ ശിശു അധികാരപ്പെട്ടവരിലൂടെ പരിശീലനം നേടും. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ് എനിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയത്. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെടുന്ന ആളായി മാറിയ കഥ എവർക്കും അറിയാവുന്നതാണ്. എന്റെ കഥ ഞാൻ ഇനി വായിക്കാം. എല്ലാം കൊച്ചു കൊച്ചു കഥകളാണെന്ന് ഞാൻ പറഞ്ഞല്ല. എന്റെ ഒരു കൊച്ചു കഥ വായിക്കട്ടെ സാറേ? തീർച്ചയായും പറയൂ. എത്ര സമയം? ഇപ്പൊ 8:30 7:30. കുഴപ്പമില്ല അല്ലേ? ഒരു കഥ വായിക്കാമല്ലോ. സമയം ഇഷ്ടംപോലെ ഉണ്ട്, പറഞ്ഞു. വിളക്കേന്തിയ വനിത. അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. കണ്ണുകൾ അവിടെ എങ്ങും പരതി നടന്നു. ഇല്ല, കാണുന്നില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. കയ്യിൽ നിലവിളക്കുമായി നിൽക്കുന്ന തേജസ്വിനിയായ ആ സ്ത്രീ ആരാണ്? എവിടെ പോയി? എന്തൊരു പ്രകാശമാണ് ആ മുഖത്ത്! സൂര്യ തേജസ്, സ്വർണവർണ്ണ, ഒന്നേ കണ്ടു. പെട്ടെന്ന് അപ്രത്യക്ഷമായി. മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരുന്നു. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുന്നിൽ ആ ദിവ്യരൂപം. അയാൾ മെല്ലെ എണീറ്റു. ഉമ്മറ വാതിൽക്കൽ വന്നു. ഇല്ല, അവിടെ എങ്ങുമില്ല. അതൊരു സ്വപ്നമായിരുന്നു. ഒന്നും അയാൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. ഓർത്തിരുന്ന് നേരം പുലർന്നതറിഞ്ഞില്ല. അപ്പോഴും അസ്വസ്ഥമായ മനസ്സ് അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഭക്ഷണത്തിൽ താല്പര്യമില്ല. ഉണിന്നാസ്ത ഉറഞ്ഞു നിദ്ര നിശയെങ്കിൽ പോലും ഇല്ലാതെയായി. കുട്ടികളെ താലോലിക്കാനോ വീട്ടുകാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനോ ഒന്നും വയ്യാതായി. തനിക്ക് എന്താ സംഭവിച്ചത്? കണ്ണടച്ചാൽ ആ തേജോമുഖം മനസ്സിൽ തെളിയും. അയാൾ പുറത്തിറങ്ങാതെ എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു. ഒന്നിനും താല്പര്യമില്ല. എന്തുപറ്റി? ഭാര്യയും മക്കളും ആരാഞ്ഞോടുന്നു. ഒന്നിനും മറുപടിയില്ല. മൗനം മാത്രം. അകലെ കണ്ണു നട്ടിരിക്കുന്ന ഗൃഹനാഥനെ നോക്കി നെടുവേർപ്പിടുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? ദിവസങ്ങൾ കടന്നുപോയി. അന്ന് അയാൾ രാവിലെ കുളിച്ചു, പുതുവസ്ത്രം ധരിച്ച് പതിവിലും സന്തോഷവാനായി. എന്തിനെ പറ്റിയോ പകലറിയോളം ആലോചിച്ചു കൊണ്ടേയിരുന്നു. സമയം സായം സന്ധ്യ. അതെ, ആ ദിവ്യരൂപം, നിലവിളക്കേന്തിയ ആ ദിവ്യ തേജസ് ഇതാ തന്റെ മുന്നിൽ. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയും. വീണ്ടും വീണ്ടും അയാൾ
അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അച്ഛ, എന്താ ഇത്? അമ്മയെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ. അയാൾ ഞെട്ടിയുണർന്നു. ഇത് സ്വപ്നമല്ല, സത്യമാണ്. തന്റെ ഭാര്യ, അതെ, തന്റെ എല്ലാമെല്ലാമായ പ്രിയതമ. അവൾക്ക് ഇത്രയ്ക്ക് സൗന്ദര്യമുണ്ടെന്ന് അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരിക്കൽ പോലും അവളെ ഒന്ന് പ്രശംസിച്ചിട്ടില്ല. തൊട്ടതിനും പിടിച്ചതിനും എപ്പോഴും വഴക്കു പറയും. എങ്കിലും ഒരു പരിഭവവുമില്ല. തന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കുന്ന തന്റെ ഭാര്യ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി. അയാൾ വികാരവിവശനായി. സന്തോഷം കൊണ്ട് മതിമറന്നു. മക്കളെയും ഭാര്യയെയും ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചു. ഹൃദയം തുറന്ന് പുഞ്ചിരിച്ചു. ആഹ്ലാദം പങ്കുവെച്ചു. അതെ, ഇവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തിയ വിളക്കേന്തിയ വനിത. അയാൾ ആഹ്ലാദ പരിതനാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇപ്പൊ നമ്മള് 3 കഥകൾ കേട്ടു. വിശിഷ്ടമായ രത്നത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ, പിന്നെ ലീലയും രാധയുടെയും കഥ, പിന്നെ വിളക്കേന്തിയ പനി, അല്ലെ? അങ്ങനെ 3 കഥകൾ, 3 അർത്ഥവത്തായ കഥകളാണ്. ഓക്കെ, നമുക്ക് ഒന്ന് പറയാം. മോഹൻദാസ് സാർ, പറയാമോ? ആദ്യമായിട്ട് ശ്രീമതി മേഡം തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. KCB ഡെപ്യൂട്ടി മാനേജർ. തിരുവനന്തപുരത്ത് എവിടെയാ മേഡം? പരിചയം? കളക്ടറേറ്റിന്റെ അടുത്ത്, സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, കുടപ്പനക്കുന്ന്. ഞാൻ തിരുവനന്തപുരമാണ്, കാലടി, കരമനക്കാലടി. ഇപ്പം എറണാകുളത്താണ്. കഥകളൊക്കെ കേട്ടു. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കഥയുടെ ഒരു പ്രത്യേകത ഉണ്ട് തോന്നുന്നു. കാരണം തുടക്കത്തിൽ തന്നെ കുടുംബത്തിനെ കുറിച്ചുള്ളതായിരുന്നു. ആദ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിയുടെ ഒരു നിർവചനം, കൂടുമ്പോൾ കിട്ടുന്ന ഇൻകം, ഇപ്പം അത് കൂടുമ്പോൾ പൊട്ടുന്ന കമ്പം പോലെ ആയിട്ടുണ്ട്. ഡൈവേഴ്സ് കേസ് വളരെയധികം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിത യാഥാർത്ഥ്യങ്ങളോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ വിക്രമത്തിന്റെ രാജാവിന്റെ അവിടെയും ആ കുടുംബ മഹിമയെക്കുറിച്ച് അല്ലെങ്കിൽ രത്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നിട്ട് അതിനേക്കാളൊക്കെ എത്രയോ വളരെ വിലപ്പെട്ട ഒരു അമൂല്യ രത്നമാണ് കുടുംബം എന്നുള്ളതിലേക്ക് ഞാനും സാബു സാർ ചേർന്ന് തിരുവൂർ ക്ലാസ് എടുക്കാറുണ്ട്. തിരുക്കുറളിന്റെ വള്ളൂരിന്റെ അതിൽ ഈ കുടുംബത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതിൽ നിന്നും ഉണ്ടാകുന്ന സൽപുത്ര അല്ലെങ്കിൽ സൽപുത്രിയുടെ ആ സന്താന ലാഭം. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ധർമ്മവും മറ്റും ജീവിതത്തിലെ ഉണ്ടായിരിക്കണം. ആ സദാചാരവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, സ്നേഹവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആ അമൂല്യമായിട്ടുള്ള ആ വിശേഷങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ കുറെ ധർമ്മങ്ങൾ വേണം. ധർമ്മവും കർമ്മവും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ആൽക്കെമിസ്റ്റ് പിന്നെ ഫൈലോ പോലോടെ കാര്യം പറഞ്ഞത്. ആശ്രമത്തിലെ ആ ചുറ്റുനടക്കുന്ന ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന പോലെ ജീവിതത്തിൽ പഠിക്കുന്നത് എന്താണ് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൂടി സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് അത് ചെറുപ്പം മുതലേ വേണം എന്നുള്ളതിനാണ് തൊട്ടടുത്ത കഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സന്തുലിതാവസ്ഥ നേരിടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പൂണിൽ എണ്ണ നിറച്ച് ഒഴിച്ചിട്ട്, സാധാരണ നമ്മുടെ സ്ലോ റൈസിൽ നാരങ്ങ സ്പൂൺ ആൻഡ് ലെമൺ എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്, ആണുങ്ങൾക്കല്ല. ആ മത്സ്യത്തിൽ പോലും ആ നാരങ്ങ ഒന്ന് തറയിൽ വീഴാതെ കൊണ്ടുപോകാൻ ഓടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ സ്ലോ ആയിട്ട് മനഃസാനത്തിലൂടെ പോകുന്ന സ്ത്രീകളായിരിക്കും അവരായിരിക്കും ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരായിരിക്കും അവസാനത്തിൽ വിജയിക്കുന്നത്. അതുവരെയും ബാക്കിയുള്ളവരെ കൊണ്ട് പെട്ടെന്ന് ഓടിക്കളയാമെന്ന് വിചാരിച്ച് ഓടുന്നവരായിരിക്കും പകുതിക്ക് പോലും ചെന്നെത്താതെ പിന്നെ നാരങ്ങ തറയിൽ വീഴ്ത്തിട്ട് ചെല്ലുന്നത്. അതേപോലെ എന്തിനും ഒരു ആവേശവും എന്താ പറയുന്ന പോലെ പിന്നെ ഓട്ടമൊന്നും ഇല്ലാതെ ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണമെങ്കിൽ ജീവിതം നേരാവണ്ണം ചെല്ലുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്നുള്ളതിനാണ് ആ ഒരു സന്ദേശം പറഞ്ഞത്. ആ സ്പൂണിലെ എണ്ണയും അത് വെച്ച് നമ്മൾ ലോകം മൊത്തം കറങ്ങുന്നതും മറ്റുള്ളത്.
അത് വേഗത കൂടുമ്പോൾ ആ എണ്ണ മൊത്തം പോകുന്നു, നമ്മൾ വേറെ ഒരു ലോകത്തിലേക്കുള്ള സഞ്ചരിക്കുന്ന സന്തോഷവും അവിടെയാണ് കിട്ടുന്നത്. പക്ഷെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മളെ കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു സന്ദേശവും അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ലീലയുടെയും രാധയുടെയും കൊച്ചു നാൾ മുതലുള്ളതും പഠിത്തത്തിലുള്ള കാര്യങ്ങളും രണ്ടുപേരും വിവാഹരാകുന്നതും രണ്ടുപേർക്കും ഒരേ എന്താ പറയുന്ന പോലെ സാഹചര്യങ്ങളാണ്, പഠിക്കാൻ കിട്ടുന്നതും വളരാൻ കിട്ടുന്നതും എല്ലാം. പക്ഷെ അവരുടെ മനോഭാവം കൊണ്ട് ഒരാള് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൽ മുന്നേറുന്നു, അടുത്ത ആൾ എന്നിട്ട് ശ്രദ്ധ ഇല്ലാതെ നിന്നിട്ട് കുടുംബിനിയായിട്ട് മാറുന്നു. എന്നാലും ആ ജീവിതത്തിലെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാതെ പഠിത്തമുള്ള ആള്, ഇത്തിരി വിവേകമുള്ള ആള് മക്കളെ നേരാവണ്ണം വളർത്തുന്നു. മറ്റാള് അത് അറിയില്ലായ്മ കൊണ്ടാണോ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നുള്ളത് അറിയത്തില്ല, മക്കളെ വേറെ രീതിക്ക് ആ സദ്ഗുണങ്ങളെ പഠിപ്പിക്കാതെ വരുമ്പോൾ ആ രണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഒരാള് ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് വരുന്നുണ്ട്, മറ്റാൾ വന്നിട്ട് അതിന്റെ എതിരായിട്ടുള്ള ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് മാറുന്നു. അതും അപ്പൊ ഇതെല്ലാം ഇന്നത്തെ കഥകളെല്ലാം കുടുംബമായിട്ടുള്ളതെന്ന് പറഞ്ഞു വന്നതാണ്. ഇനി അവസാനമായിട്ട് സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെയാണ് ആദ്യം സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും വേണം എന്നുള്ള ഒരു ഇതാണ് അവസാനം വിളക്കേന്തിയ വെന്ത എന്നുള്ളതിലേക്ക് ഒരു എന്താ പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ കൂടിയാണെങ്കിൽ പോലും കൊണ്ടുവന്നിട്ട് അവസാനം യാഥാർത്ഥ്യത്തിലേക്ക് പറഞ്ഞു നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനെ കുറിച്ചുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് വന്ന എല്ലാ ഇതും നമുക്ക് ഒരു ചിന്തിക്കാനും അത് ജീവിതത്തിൽ ഒന്ന് കൈക്കൊള്ളാനുമുള്ള ഒരു സന്ദർഭമായിട്ട് വന്നിട്ടുണ്ട്. അതിനോട് ചിന്തിക്കാനും ഒരു സന്ദർഭം ആയിട്ട് വന്നു. ഏതായാലും ശ്രീമതി മാഡത്തിന് നന്ദിയുണ്ട്, സാബു സാറിന് നന്ദി. താങ്ക് യു സർ. ഓവന ടീച്ചർ പറയും. ശ്രീകുമാരി മാഡത്തിന്റെ കഥ പറയാനുള്ള താല്പര്യം വളരെ ശ്ലാഘനീയമാണ്. നായനാർ സാർ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. താങ്ക് യു സാർ. അപ്പോൾ ഒത്തിരി നന്നായിരുന്നു. മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഥ പറയാൻ, അത് വലിയൊരു കാര്യമാണ്. നന്നായിരുന്നു. താങ്ക് യു മാം. ഓക്കെ, സ്നേഹലത മാം പറയാനാണോ? അഡ്മിറ്റ് ചെയ്തു, മ്യൂട്ട് ആവുന്നില്ല. അഡ്മിറ്റ് ആവുന്നില്ലേ? സാറേ, ഓക്കെ, എനിക്ക് ഒരു ചെറിയ കഥ പറയാനുണ്ട്, പറഞ്ഞോട്ടെ? പറഞ്ഞു. ഓക്കെ. ഓസ്കാർ വൈൽഡിന്റെ ദ ഡിവോട്ടഡ് ഫ്രണ്ട്. ഇന്ന് ഓസ്കാർ വൈൽഡ് ജനിച്ച ദിവസമാണ്. 1854 ഒക്ടോബർ 8 ഓസ്കാർ വൈൽഡ് ജനിച്ചത്. ഐറിഷ് സാഹിത്യകാരൻ, അയർലൻഡിൽ ജനിച്ചു. കലയ്ക്ക് വേണ്ടി എന്ന അഭിപ്രായക്കാരനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ദി ഡിവോട്ടഡ് ഫ്രണ്ട് എന്നുള്ള കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സാറല്ല, സാബു സാറിന് ഒരുപാട് നന്ദി എനിക്ക് അവസരം തന്നതിന്. ഇന്നിത് പറയണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചതാണ്, സാറിനോട് നേരത്തെ പറയാൻ മറന്നുപോയി. കഥ തുടങ്ങുന്നത് കൊച്ചുകുട്ടികളുടെ കഥ പോലെയാണ്. ഒരു വാട്ടർ റാറ്റ് അതിന്റെ ഹോളിൽ കൂടി തലയിട്ട് നോക്കിയപ്പോ ഒരു അമ്മത്താറാവും കുഞ്ഞുങ്ങളും കുളത്തിൽ കണ്ടു. അമ്മത്താറാവ് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നതെന്നോ? സ്റ്റാൻഡ് ഓൺ യുവർ ഹെഡ്സ്. എന്നിട്ട് അമ്മത്താറാവ് കുട്ടികളോട് പറയുന്നു, യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഹെഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം. പക്ഷെ കുട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അമ്മത്താറാവ് പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയാണ്. അവരുടെ കളികളിലാണ്. അമ്മത്താറാവ് പറയുന്നതും കേൾക്കുന്നില്ല, ചെയ്യുന്നതും കാണുന്നില്ല. അപ്പോൾ ഈ വാട്ടർ റാറ്റിന് ദേഷ്യം വന്നു. അത് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിൽ മുക്കി പിടിക്കണം, അപ്പൊ ഇവര് മര്യാദ പഠിക്കും. അപ്പോ അമ്മത്താറാവ് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ,
പേരൻസ് ഷുഡ് ബി ടു പേഷ്യൻറ്റ്. പേരൻസിന് പേഷ്യൻ്റ് ആകാൻ കഴിയുന്നില്ല, അതാണ് കുഴപ്പം എന്ന് അമ്മത്താറാവ് പറയുന്നു. അപ്പോൾ വാട്ടർ റാറ്റ് പറഞ്ഞു, അത് ഞാൻ പേരൻ്റ് അല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇനി കഴിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത് ഡിവോട്ടഡ് ഫ്രണ്ടാണ്. അപ്പോൾ ഒരു പശി അവിടെ ഇരിപ്പുണ്ട്, ലിനറ്റ് എന്നൊരു പശി മരക്കൊമ്പിലിരുന്ന് ചോദിച്ചു, എന്താണ് ഈ ഡിവോട്ടഡ് ഫ്രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിവോട്ടഡ് ഫ്രണ്ട് ഷുഡ് ബി ഡിവോട്ടഡ് ടു മീ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിനറ്റ് ചോദിച്ചു, അപ്പോ ഡിവോട്ടഡ് ഫ്രണ്ട് നിന്നോട് ഡിവോട്ടഡ് ആകണം, പക്ഷെ നീ ഡിവോട്ടഡ് ഫ്രണ്ടിനോട് ഡിവോട്ടഡ് ആകുമോ? അപ്പോ ഈ വാട്ടർ റാറ്റ് പറഞ്ഞു, ഏയ് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇത്രേ വേണ്ടു, ഡിവോട്ടഡ് ഫ്രണ്ട് ഷുഡ് ബി ഡിവോട്ടഡ് ടു മീ, എനിക്ക് വേറൊന്നും അറിയണ്ട. അപ്പോൾ ലിനറ്റ് പറഞ്ഞു, എന്നാ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാണ് ഈ കഥ തുടങ്ങുന്നത്. ആ കഥ ഇങ്ങനെയാണ്. ഹാൻസ് എന്നൊരു ചെറുപ്പക്കാരൻ, വളരെ നല്ല ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഉടനെ വാട്ടർ റാറ്റ് ചോദിച്ചു, അവൻ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആണോ? അപ്പോൾ ലിനറ്റ് പറഞ്ഞു, ഡിസ്റ്റിങ്വിഷ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അവനൊരു സൽസ്വഭാവിയാണ്, വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ എനിക്കറിയാവോ. എന്നിട്ട് ഹാൻസിന്റെ കഥ പറയാണ്. ഹാൻസിന് ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിന്ന് ധാരാളം പൂക്കളും ധാരാളം ഫലങ്ങളും എല്ലാം ഉണ്ട്. അതിൽ എല്ലാവർക്കും ഹാൻസിന്റെ പൂന്തോട്ടം ഇഷ്ടമാണ്. ഹാൻസിന് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. അതിലെ ഒരു മില്ലറാണ് വളരെ അടുപ്പം കാണിക്കുന്ന ഒരു സുഹൃത്ത്. മില്ലർ വരുമ്പോഴെല്ലാം ഹാൻസിനോട് ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും. അതെല്ലാം ഹാൻസ് എഴുതിയെടുക്കും. ഹാൻസിന് വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ട് ഹാൻസ് ഇതെല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് ഈ മില്ലർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഹാൻസിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരുപാട് പൂക്കളും ഫലങ്ങളും ശേഖരിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയുന്ന ഇതാണ്, ഡിവോട്ടഡ് ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ നിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ പിന്നീട് തണുപ്പ് കാലമായി. അപ്പോൾ ഹാൻസിന്റെ പൂന്തോട്ടത്തിൽ പൂക്കളില്ല, പിന്നെ ഫലങ്ങളും ഇല്ല. അപ്പൊ ഹാൻസ് പട്ടിണിയായി. ഈ സമയത്തൊന്നും ഈ മില്ലർ അങ്ങോട്ട് വന്നതേ ഇല്ല. അപ്പൊ മില്ലറിന്റെ മകൻ പറഞ്ഞു, നമുക്ക് ഹാൻസിന് എന്തെങ്കിലും കൊടുത്താലോ, ഇങ്ങോട്ട് വിളിച്ച് കുറെ ധാന്യങ്ങളോ ഭക്ഷണമോ ഒക്കെ കൊടുത്താലോ. അപ്പോൾ ഉടനെ ഈ മില്ലർ പറയാണ്, ഏയ് ഇങ്ങോട്ട് വിളിക്കാനോ? അവൻ ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥിതിയൊക്കെ കണ്ടാല് അവന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകും. അസൂയ വന്നാൽ പിന്നെ ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നിനക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ ഹാൻസിന് വല്ലതും കൊണ്ട് കൊടുക്കുക, അല്ല ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തുടരണമെങ്കിൽ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ മകൻ അനങ്ങിയില്ല. ഈ സമയമെല്ലാം കഴിഞ്ഞു, വസന്തകാലമായി, പിന്നെയും പൂക്കള് വിടർന്നു, ഫലങ്ങളും ഒക്കെ ആയി. അപ്പൊ മില്ലർ പതുക്കെ ഹാൻസിന്റെ പൂന്തോട്ടത്തിലെത്തി വലിയ കൂടയുമായി ചെന്നു. എന്നിട്ട് ഹാൻസിനോട് ചോദിച്ചു, നീ തണുപ്പ് കാലം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? അപ്പോൾ ഹാൻസ് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് ഓരോന്നും വിറ്റ് ഞാൻ ആഹാരം തേടുകയായിരുന്നു. ഇനിയിപ്പോ പൂക്കാലമായല്ലോ, എനിക്ക് എൻ്റെ പൂക്കളും ഫലങ്ങളും വിറ്റ് അതെല്ലാം തിരിച്ചു വാങ്ങിക്കാം. എന്തൊക്കെയാണ് നീ വിറ്റത്? അപ്പോൾ വിറ്റ സാധനങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ മില്ലർ പറഞ്ഞു, അതിലെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പഴയത്, അത് നീ ഒന്ന് റിപ്പയർ ചെയ്തെടുത്താൽ മതി. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഞാൻ പൂക്കൂടയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൻസ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഡിവോട്ടഡ് ഫ്രണ്ട് എല്ലാം ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പൂക്കൂടയും കൊണ്ട് വന്നത് എന്നും പറഞ്ഞ് പൂക്കൂടയിൽ നിറയെ പൂക്കളും ഫലങ്ങളും എല്ലാം പറിച്ചെടുത്തു. ഹാൻസ് അന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്, അതൊക്കെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്നിട്ട് മില്ലർ പറഞ്ഞു, എൻ്റെ ആ പഴയ വാർഡ്രോബ്, എന്തോ ഒരു പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി, അത് ഞാൻ നിനക്ക് തരാട്ടോ. ഡിവോട്ടഡ് ഫ്രണ്ടിന് എന്തെങ്കിലും തരണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ തരാം, നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഉടനെ ഹാൻസ് പറഞ്ഞ, അത് ശരിയാക്കാനുള്ള തടി എൻ്റെ കയ്യിലുണ്ട്. തടിയുണ്ടോ നിന്റെ കയ്യിൽ? അന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ തടിയെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ ധാന്യപ്പുരയുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ട സാധനങ്ങൾ ഇതിലുണ്ട്, അതുമായിട്ട് നീ വീട്ടിലോട്ട് വാ എന്നും പറഞ്ഞ് ഹാൻസിനെ വിളിച്ചു. ഹാൻസ് ചെന്ന് ഇയാളുടെ എല്ലാം റിപ്പയർ ചെയ്ത് കൊടുത്തു. ഹാൻസിന്റെ തടിയെല്ലാം അവിടെ വെച്ച് റിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും വൈകുന്നേരമായി. ഹാൻസ് തളർന്നു. അന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. ഹാൻസ് പോയി തളർന്ന് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഈ മില്ലർ വീണ്ടും എത്തി. അയ്യോ, നീ കിടന്നുറങ്ങുവാണോ? നീ എങ്ങനെ ഐഡിയലാകല്ലേ? ഒരു ഡിവോട്ടഡ് ഫ്രണ്ടിന് അത് സഹിക്കാൻ പറ്റത്തില്ല നീ ഐഡിയലാകുന്നത്. അതുകൊണ്ട് നീ എൻ്റെ കുറച്ച് ധാന്യങ്ങളുണ്ട്, അത് മാർക്കറ്റിലൊന്ന് കൊണ്ടുപോകണം, എനിക്ക് ആരെയും കിട്ടിയില്ലെന്ന്.
ഹാൻസ് പാവം അതും കൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. വളരെ ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു അതും ചുമന്ന്. തിരിച്ച് വന്നപ്പോൾ ഹാൻസ് തളർന്നു. അന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാതെ ഹാൻസ് തളർന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പിറ്റേ ദിവസം മില്ലർ വന്നില്ല. രാത്രിയായപ്പോൾ മില്ലർ വന്നിരിക്കുന്നു. എന്തിനാണ്? മകൻ ഏണിയിൽ നിന്ന് വീണു, അവനെ നോക്കാനുള്ള ഡോക്ടറെ വീട്ടിൽ പോയി ഡോക്ടറെ വിളിക്കണം. കൊടുങ്കാറ്റും മഴയൊക്കെയാണ്. ഒരു ലാൻഡേണുമായിട്ടാണ് വന്നത്. അപ്പോൾ ഹാൻസ് പറഞ്ഞു, ആ ലാൻഡേൺ ഒന്ന് തരാമോ, ഇരുട്ടത്ത് ഞാൻ എങ്ങനെ പോകും? അപ്പോൾ മില്ലർ പറഞ്ഞു, ഇത് പുതിയ ലാൻഡേണാണ്, ഇത് നീ മഴയത്ത് കൊണ്ടുപോയി അത് ചീത്തയാവും, അതുകൊണ്ട് നീ അതൊന്നും ഇല്ലാതെ പോയാൽ മതി. ഇതും കേട്ടു ഹാൻസ് പുറപ്പെട്ടു. ഡിവോട്ടഡ് ഫ്രണ്ടിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യണ്ടേ, അതുകൊണ്ട് ഹാൻസ് പുറപ്പെട്ടു. ആ കൊടുങ്കാറ്റിലും പേമാരിയിലും ഡോക്ടറുടെ വീട് എങ്ങനെയോ ഹാൻസ് കണ്ടുപിടിച്ചു. ഡോക്ടറോട് വിവരം പറഞ്ഞു. മില്ലറുടെ വീടൊക്കെ ഡോക്ടർക്ക് അറിയാം. ഡോക്ടർ കുതിരപ്പുറത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. പാവം ഹാൻസ് വീണ്ടും ആ മഴയിലും വെള്ളപ്പൊക്കത്തിനും പെട്ട് ഹാൻസിന്റെ ജീവിതം അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം ആളുകൾ കാണുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഹാൻസിനെ ആണ്. ഹാൻസിന്റെ ഫ്യൂണറലിലും ഈ മില്ലർ ഡിവോട്ടഡ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് മുൻനിരയിൽ ഇരുന്നു അതിൻ്റെ പ്രസംഗമൊക്കെ നടത്തി. അങ്ങനെ കഥ അവസാനിക്കുന്നു. എന്നിട്ട് ലിനറ്റ് നമ്മുടെ വാട്ടർ റാറ്റിനോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് എന്ത് ഗുണപാഠം കിട്ടി ഈ കഥയിൽ നിന്ന്? അപ്പൊ വാട്ടർ റാറ്റ് പറഞ്ഞു, ഗുണപാഠമോ? അതെന്തുവാ ഗുണപാഠം? നീ ആദ്യം പറയാൻ എന്താ? ഗുണപാഠം പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ പറയായിരുന്നു. നീ പറയാത്ത കാര്യം ഞാൻ പറയണമെന്ന്. അപ്പോഴേക്ക് ലിനറ്റിന് മനസ്സിലായി ഇവനോട് നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ലിനറ്റ് പിന്നെ ചോദിച്ചില്ല. അപ്പൊ തന്നെ ഈ വാട്ടർ റാറ്റ് പറഞ്ഞു, നീ അങ്ങനെ എന്നെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ക്രിട്ടിക്സ് പറഞ്ഞിട്ടുണ്ട്, ചില കഥകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പൂവെന്ന് പറഞ്ഞേക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പൂവെന്ന് പറഞ്ഞേക്കുന്നു. ഇങ്ങനെ ഈ കഥ അവസാനിക്കുന്നു. ഓസ്കാർ വൈൽഡിന്റെ ഈ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ജനിച്ച ദിവസമാണ് ഒക്ടോബർ 8. താങ്ക് യു സർ. ഓക്കെ, തീർച്ചയായും ഓസ്കാർ വൈൽഡിനെ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ ശ്രീകുമാരി മാം പറഞ്ഞ കഥയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കഥ അല്ലെ മോഹൻ സാറ്? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെയാണോ വേണ്ടത് സാറേ? സ്നേഹലത മേഡത്തിന്റെ ആണോ? അതുകൂടെ ഒന്ന് കവർ ചെയ്തു. നേരത്തെ ഞാൻ മറ്റേ പറഞ്ഞല്ലോ സാറേ, അതിന്റെ ശ്രീമതി മേഡത്തിന്റെ ലാസ്റ്റ് പറഞ്ഞില്ലേ? അതല്ലേ, ഈ ഒക്ടോബർ 8 വെറുതെ പണ്ടത്തെ അക്ടോ എന്ന് പറയുമ്പോൾ 8 തന്നെയാണ്. ആ ഒക്ടോബർ മാസത്തിലെ 8-ാം ദിവസത്തിലാണ് ഈ 8 മണിക്ക് കിട്ടുന്ന ഈ സന്ദേശം വളരെയധികം വിലപിടിപ്പുള്ളതാണ്. നേരത്തെ പറഞ്ഞ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് ചേർന്ന് നിൽക്കേണ്ടതാണ് സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഡിവോട്ടഡ് ഫ്രണ്ട് വഴി സ്നേഹലത മേഡം പറഞ്ഞത്. മേഡം വളരെ എന്താ പറഞ്ഞാല് എല്ലാം ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞു തന്നത്. കയ്യിലൊരു പുസ്തകവും ഒന്നും ഇല്ല, പക്ഷെ പഠിച്ചതും പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടത് പറഞ്ഞു. പക്ഷെ നന്നായിട്ട് അവതരിപ്പിച്ചു. ആ വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, വാട്ടർ ട്രെയിനർ ആണോ അതോ വാട്ടർ റാറ്റ്? ഓക്കെ, വാട്ടർ റാറ്റ്. വാട്ടർ റാറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ജീവിയുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന എലിയായിരിക്കും, എന്തോ അങ്ങനെ ആയിരിക്കും. വാട്ടർ റാറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു കഥയായിട്ട് പറയാനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം അതിന് മാത്രമുള്ള സമയമുണ്ട്, കണ്ടന്റും ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞ താറാവിനെ എന്ത് പറഞ്ഞ പോലെ അതിന് തല വെള്ളത്തില് മുങ്ങാൻ അറിയത്തുള്ളൂ, അത് പൊക്കി നിൽക്കാനും അറിയാം. രണ്ടും താറാവിന് അറിയാന്നുള്ളതാണ്. വെള്ളത്തിലൂടെ മുങ്ങി പൊങ്ങാനുള്ളത് അറിയാം. പക്ഷെ ഈ പറഞ്ഞാല് ഓരോ മനുഷ്യനും തലപ്പൊക്കി നിൽക്കണം, ഇൻഡിവിഡ്വല് തലപ്പൊക്കി നിൽക്കണം ജീവിതത്തിൽ നിന്നുള്ള ഒരു വലിയൊരു സന്ദേശമാണ് തുടക്കത്തിലെ പറയുന്നത്. അങ്ങനെ ചെറുതായാലും വലുതായാലും അവനെ വേണ്ടി സെൽഫ് റെസ്പെക്ട് വിട്ടുകൊടുക്കാതെ, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാ അല്ലെ? അത് ശരിക്കും കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. പ്രത്യേകത അത് പറഞ്ഞത് അമ്മ താറാവ് കുഞ്ഞു താറാവുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും ഇത് പറഞ്ഞ് നേരെ വഴിക്ക് ചെല്ലുകയാണെങ്കിൽ തല നിവർന്ന് നിൽക്കാം, ആടെ മുമ്പ് തല കുനിക്കാൻ പാടില്ല നല്ലൊരു സന്ദേശമാണ് അത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതുള്ളതാണ് ഏറ്റവും നല്ല ഡിവോട്ടഡ് ഫ്രണ്ട്. കാരണം ഇത് വൺ സൈഡ് ആയിപ്പോയി. ഡിവോട്ടഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയും ഇതൊക്കെ കാണിക്കുന്നത്, സെൽഫ്ലെസ്നെസ് കാണിക്കുന്നത് മറ്റുള്ളത് സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കൂട്ടുകാരെ കണ്ടെത്തുന്നതും
പിന്നെ അവർ അംഗീകരിക്കേണ്ടതും ഒരു അന്വേഷണത്തിൽ കൂടി തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ കിട്ടുന്ന ആളിനെ ഡിവോട്ടഡ് ഫ്രണ്ടായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്താണ് അവസാനം. അവനൊരു ജീവൻ തന്നെ അപകടത്തിലായപ്പോഴും മറ്റയാളുടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അതാണ് ഇവിടെ മറ്റേ ലിനറ്റ് ബേർഡിന്റെ ആ കഥയിൽ കൂടി പറഞ്ഞു തന്നത് അതാണ്. പിന്നെ ഹാൻസും മില്ലറും. മില്ലർ വന്നിട്ട് സ്വാർത്ഥതയായിരുന്നു, അവൻ വന്നിട്ട് മറ്റയാളെ ചൂഷണം ചെയ്യായിരുന്നു ശരിക്കും ഹാൻസിനെ. പക്ഷെ ഹാൻസ് അവനെ ആ ഡിവോട്ടഡ് ഫ്രണ്ട് എന്നുള്ള ആ ഇതിലുള്ള എല്ലാ റൂൾസും എല്ലാ നിയമങ്ങളും പുള്ളി അങ്ങോട്ട് പാലിച്ചു. പക്ഷെ തിരിച്ച് മില്ലർ ഇങ്ങോട്ട് അതിൻ്റെ ഒരു അംശം പോലും കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ലൊരു സുഹൃത്തിനെ നമ്മള് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴും അത് നല്ലൊരു സുഹൃത്താണെന്നുള്ളത് എന്താ പറയുക, അവനെ വിശ്വസിക്കുക, അതിനോടൊപ്പം തന്നെ അത് പരീക്ഷിച്ചും കൂടി നോക്കണം എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട്. ട്രസ്റ്റ് ബട്ട് വെരിഫൈ, അവൻ അത് തന്നെ ആണോ എന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആപത്തിൽ ഉപകരിക്കാത്ത ഒരു ഫ്രണ്ടായിട്ട് മാറത്തുള്ളൂ. വിന്ററിന്റെ കാര്യം അതല്ലേ പറഞ്ഞാണ്. വിന്ററിൽ നിന്നുള്ള ഫ്ലവേഴ്സും ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുപോയി തിരിച്ച് അതിൽ ഇവനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവനെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവനൊരു ആപത്ത് വന്നപ്പോൾ വീണ്ടും ഇവന് തന്നെയാണ് ആശ്രയിക്കുകയും അവൻ ആ മാർഗത്തിൽ പോകാൻ ഒരു വെളിച്ചം പോലും അവന് കൊടുക്കാതെയും ഇരിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും ഒരു ജീവിത പാഠമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിലും എടുക്കേണ്ടത്. ഓസ്കാർ വൈൽഡിനെ കൊണ്ടുവന്ന് ഇന്ന് ഉപമിപ്പിച്ചതിന് സ്നേഹ മേഡത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. ഓക്കെ സാർ. ജോർജ് സാർ, ശ്യാമള മാം, റോയ് സാർ പറയൂ. 2 കഥ 2+1+1 അങ്ങനെ 4 കഥകളാണ് ഇന്ന് നടന്നത്. അത് 4 കഥകളും പറഞ്ഞ 2 ആൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ഈ 4 കഥകൾക്കും തമ്മിൽ കുറച്ച് സമാനതകളുണ്ട്. എല്ലാം വളരെ മൂല്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 കഥകൾ, ഒന്ന് കുടുംബം, രണ്ടാമത്തത് സത്യസന്ധത, മൂന്നാമത്തത് എന്തായിരുന്നു? മൂന്നാമത്തത് ഏതാണ്ട് അത് തന്നെ, ഡിവോട്ടഡ് ഫ്രണ്ട്. വിളക്കേന്തിയ വനിത. അതെ, അങ്ങനെ 3 കഥകൾ. ഒന്ന് കുടുംബം, രണ്ടാമത്തത് സത്യസന്ധത, വിളക്കേന്തി വനിത. ആ 3 കഥകളിലും പ്രധാനമായി നിൽക്കുന്നത് ഒരു അമ്മയുടെ റോൾ അതിൻ്റെ അകത്തുണ്ട്, സ്ത്രീയുടെ റോളുണ്ട്. ആ രീതിയിൽ ആ കഥയെ കാണാനാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. വീട്ടിലെ അമ്മ ഇല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പല കാര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും നന്നായിട്ട് അമ്മയുള്ള അല്ലെങ്കിൽ പെണ്ണുങ്ങളുള്ള അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന പുരുഷന്മാരാണ് സമൂഹത്തിൽ മാന്യന്മാരായിട്ട് അവതരിക്കുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് ശരിയുമാണ്. വേണ്ട നല്ല കറക്ഷൻസ് ഒരു പെങ്ങൾ എന്നുള്ള നിലയിൽ ആങ്ങളമാർക്ക് സഹോദരിമാർക്ക് നൽകാൻ സാധിക്കും. അതുപോലെ ബൈബിളിൽ ധൂർത്തപുത്രന്റെ കഥ പറയുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാര് ചിലര് അവതരിപ്പിക്കുന്നത് ആ കഥയ്ക്ക് ഇങ്ങനെയാണ്: അമ്മയില്ലാത്ത അവസ്ഥയുടെ കഥയെന്ന് പറയും. അത് ധൂർത്തപുത്രന്റെ കഥയെന്നും മറ്റു പല പേരുകളിലൊക്കെ അത് അറിയപ്പെടുമെങ്കിലും അവിടേക്ക് അതൊരു അമ്മയില്ലാത്ത അവസ്ഥയുടെ കഥയാണ്. ഒരു അപ്പനും 2 ആൺപിള്ളേരും മാത്രമുള്ളതാണ്. അപ്പൊ അമ്മയില്ലാതെ വന്നാൽ പ്രത്യേകിച്ച് ഇളയ മകൻ അമ്മയോടൊപ്പം ദീർഘകാലം അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന, കൂടെ കിടക്കുന്ന, അമ്മയുടെ ഒരുപാട് വൈകാരിക അടുപ്പം ഉണ്ടാകുന്ന ആളാണ് ഈ ഇളയവൻ. ആ ഇളയവന് ആ ഒരു അമ്മ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ധൂർത്തനായി പോയത് എന്ന ആ അർത്ഥത്തിൽ അത് ഒരു വ്യാഖ്യാനം നൽകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ 3 കഥകളിലും സമാനത. ഈ അമ്മ
വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി നിൽക്കുന്നു. ഈ മാറി വരുന്ന സാഹചര്യത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇതൊക്കെ അത്ര അതേപടി ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ടോ, ഇനിയുള്ള കാലത്ത് എപ്രകാരം നിലനിൽക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും വളരെയേറെ ജോലി ചെയ്യാൻ വേണ്ടി വീട്, കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം അതൊരു കെട്ടിടമല്ലല്ലോ. ഇതെല്ലാവരും ഓരോ വഴിയിലാണ്. അമ്മ ഇസ്രായേലിൽ, അപ്പൻ ദുബായിൽ, മക്കളെല്ലാവരും ബാംഗ്ലൂരോ ബോംബെയിലോ ഏതെങ്കിലും ഹോസ്റ്റലിൽ ഒക്കെ ജീവിക്കുന്ന ഒരു തരം പരിതസ്ഥിതി വല്ലാതെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഓരോ വഴി പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വീടുകളിൽ വന്നു കയറുന്നു. ചിലർ ഉറങ്ങുന്ന നേരത്താണ് ചിലർ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ മേൽ എത്രമാത്രം കത്തിവെക്കുന്നു എന്നുള്ളതൊക്കെ വേറൊരു തലത്തിൽ ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ആ അമ്മ രണ്ടാം കഥയിൽ അമ്മയുടെ ചെവിയും കടിച്ചുകൊണ്ട് പോകുന്ന പുത്രൻ വേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യണം. അത് അമ്മയ്ക്കാണ് സാധിക്കുന്നത്. അപ്പനെ കൊണ്ട് പലപ്പോഴും ഈ രണ്ടുപേരും ഒരുപോലെയൊക്കെ ആണെന്ന് പറഞ്ഞാലും പലപ്പോഴും സാധിക്കില്ല. അമ്മയോടാണ് കുറെ അധികം മക്കൾക്ക് കൂടുതൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പല സാഹചര്യത്തിലും. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഈ അമ്മത്വം ഇന്ന് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അമ്മയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം വേണം. പണ്ടത്തെ അമ്മയെ പോലെയൊന്നും അടുക്കളയിലും അല്ലെങ്കിൽ ഈ വീട്ടുകാര്യവും നോക്കിയൊന്നും നിൽക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കപ്പെടുന്ന ഒരു പരിതസ്ഥിതി ഉണ്ട്. അതിൽ ചില എലമെന്റ് ഒക്കെ നല്ലതാണ്. അതിൽ പറയുന്ന ആശയം വളരെ നല്ലതാണെങ്കിൽ കൂടെയും ഇതിങ്ങനെ അങ്ങനെ വളയമില്ലാതെ അങ്ങനെ ചാടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകുമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഞാനവിടെ നിർത്തിയാണ്. അപ്പൊ നമ്മളെങ്ങനെ പറയുമ്പോൾ സ്ത്രീ വിദ്വേഷി എന്നോ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്മേൽ ഏതെങ്കിലും ആഘാതം ഏൽപ്പിക്കുന്ന ആളെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളും പറയാനായിട്ട് തയ്യാറാകുന്നില്ല. ഈ നാടിന്റെ ഇപ്പൊ മാറിയ ചിന്തയനുസരിച്ച് പോകട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ മൂന്നാം കഥയിലും കിഴക്കേന്ത്യ വനിതയിൽ തന്റെ ഭാര്യയെ, ലോകത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ വാഴ്ത്തിയതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ വാട്സപ്പും നവമാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നാൽ തന്റെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരാകേണ്ടുന്ന ഏറ്റവും അടുത്തുള്ള ആളുകളിൽ പലരും കൂട്ടുകാരാകുന്നില്ല, സ്വന്തമാകുന്നില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. അത് തന്നെ കുടുംബത്തിലും സംഭവിക്കുന്നു. തന്റെ ഭാര്യയുടെ മഹത്വത്തെക്കുറിച്ചോ അതിന്റെ നന്മകളെക്കുറിച്ചോ അതിന്റെ വലിപ്പത്തെക്കുറിച്ചോ പലർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗം അവിടെ നിൽക്കുന്നു. ഇതിലേക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച ശ്രീകുമാരി മാവിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വളരെ സുന്ദരമായിരുന്നു അതിന്റെ ആശയം എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. നാലാമത്തെ കഥയിലേക്ക് വരുമ്പോഴാണ് ഓസ്കാർ വൈൽഡ്സ് പറയുന്ന ആശയത്തിലും താറാവിന്റെ കാര്യം പറയുമ്പോൾ അവിടെ വേണ്ട ശിക്ഷണം, അവിടെയും അമ്മ താറാവ്, അവിടെ താറാവ് അമ്മയാകുന്നില്ലായിരിക്കാം, എങ്കിലും അതിന്റെ ഒരു പേരന്റായിട്ട് നിൽക്കുന്ന അമ്മ പോലെയുള്ള താറാവ് അതിനെ പഠിപ്പിക്കണം മറ്റുള്ളവരെ. അത് ചില എല്ലാം നൽകുന്ന ഒരു സ്പൂൺ ഫീഡിങ്ങിൽ മാത്രം പോയാൽ പറ്റില്ല. ചിലപ്പോഴൊന്നും മുക്കി പിടിക്കുമ്പോൾ തനിയെ തല ഉയർത്താനായിട്ട് പഠിക്കും എന്നുള്ള ഒരു വലിയ സാരോപദേശം അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഡിവോട്ടഡ് ഫ്രണ്ട്, നമ്മളെ ഫ്രണ്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മുഴുവൻ ഈ ചില സ്വാർത്ഥന്റെ മുമ്പിൽ അടിയറ വയ്ക്കാനായിട്ട് പാടില്ല. കുറച്ച് വിവേകം ഉണ്ടാകണം. അവിടെയും വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മളെ അങ്ങേയറ്റം പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുക, ഒപ്പം പാമ്പിനെ പോലെ വിവേകവും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള തരത്തിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ ഇന്ന് നേടിയെടുക്കണം. ധാരാളം സുഹൃത്തുക്കൾ നമുക്കുണ്ട്. നമ്മളും ചിലപ്പോഴെങ്കിലും സുഹൃത്തിലൂടെയാണ് കെണിയിൽ പെടുന്നത്.
ഞാനിപ്പോ ഓർക്കുന്ന ഒരുപാട് ആളുകളും പറഞ്ഞു വെക്കുന്ന ഈ MLM കമ്പനികൾ, അതെല്ലാം സുഹൃത്തിലൂടെയാണ് അതിലേക്ക് കൊണ്ട് നമ്മളെ ഇടുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പല സാധനങ്ങൾ ആവശ്യമില്ലാത്തത് നമ്മൾ വാങ്ങുന്നു, പല നിക്ഷേപ പദ്ധതികളിൽ ചേരുന്നു, പലതും കിട്ടുമെന്ന് നമ്മളെ വ്യാമോഹിപ്പിക്കുന്നു, അറിയാതെ ഏറ്റവും അവസാനത്തെ ചില തട്ടിപ്പുകൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് ആനുകാലിക പ്രസക്തിയുള്ളതാണ്, ചിന്തിക്കാൻ ഒരുപാട് വക നൽകുന്നതാണ്. ബുദ്ധിയും ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കാലം എത്ര പുരോഗമിച്ചു അല്ലെങ്കിൽ വലുതായി എന്നൊക്കെ പറഞ്ഞാലും കുടുംബവും കുടുംബ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിൻ്റെ അകത്ത് പഴമയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരെ മോശമാണെന്ന് ചിന്തിക്കേണ്ടതില്ല. അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. എന്നാൽ കാലത്തിനനുസരിച്ച് ആളുകളൊക്കെ മാറി നന്മയിൽ ജീവിക്കാൻ ഇടവരട്ടെ. ഏതായാലും നമ്മുടെ ചൊവ്വാഴ്ച സെഗ്മെന്റ് കഥയിലുമുണ്ട് ഒരു കാര്യം. അത് തീർച്ചയാണ്. ഈ കഥകൾ ഓരോന്നും ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയാൽ ഒരു വലിയ ധ്യാന പ്രസംഗം കൂടുന്നത് പോലെയോ ഒരു വലിയ ക്ലാസ് കൂടുന്നത് പോലെയോ അതിനേക്കാൾ അധികമായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ സ്വയം ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. 2 കഥ പറഞ്ഞ ആളുകൾക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. Thank you, sir. Then Roy sir and Shamla Shohan. Roy sir. ഇന്നത്തെ 4 കഥകളിലെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ആദ്യത്തെ കഥ എല്ലാം 3 ഇത് കുടുംബത്തിന്റെ പ്രാധാന്യങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കഥയാണ് ശ്രീകുമാരി മാഡം അവതരിപ്പിച്ചത്. സ്നേഹലത മാഡം ഫ്രണ്ട്ഷിപ്പിന്റെ ഡെഡിക്കേഷനും അത് തിരിച്ചറിയാതെ പോയാൽ വരുന്ന ദോഷങ്ങൾ ആണ് മനസ്സിലാക്കുന്നത്. അപ്പോ കുടുംബത്തിലെ ഈശ്വരൻ കനിഞ്ഞു നൽകിയ രത്നങ്ങളാണ് കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് ശ്രീകുമാരി മാഡം നമ്മളെ കഥയിലൂടെ പറഞ്ഞത്. അപ്പൊ അതില് ഒരു ഉദാഹരണം പറഞ്ഞത് വിക്രമാദിത്യന്റെ കഥയിലെ സ്പൂണിലെ വെളിച്ചെണ്ണ കളയാതെ കണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല, കുടുംബജീവിതത്തിലെ ബാഹ്യമായ സൗന്ദര്യങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളണം എന്നുകൂടി ഈ വെളിച്ചെണ്ണ എഴുതിയ ആ കഥയുമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പിന്നെ കുടുംബജീവിതത്തിൽ അമ്മയുടെ റോള് മോശമായി പോയി ആയാൽ കുട്ടികൾ വഴിവെളിച്ചു പോകുമെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് 2ാമത്തെ കഥയിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അമ്മയ്ക്ക് വലിയ ഒരു റോളുണ്ടെന്നാണ് ഇതിനകത്ത്. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വിളക്ക് എന്തിയ സ്ത്രീ ഒരു സ്വപ്നമായി കണ്ടു. അവസാനം അദ്ദേഹം തിരിച്ചറിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തിയ സ്ത്രീ തന്നെയാണ് എൻ്റെ ഭാര്യ എന്ന് തിരിച്ചറിഞ്ഞ ആ ഭാഗം, അതൊക്കെ വളരെ നന്നായി. പിന്നെ ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞത്, ആ ഫ്രണ്ട് തിരിച്ചറിയണമായിരുന്നു ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ആത്മാരാധകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ഫ്രണ്ടിനോട് അത്ര വലിയ ഡെഡിക്കേഷൻ കാണിക്കേണ്ട കാര്യമില്ല എന്ന്. അത് അദ്ദേഹം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിയാൻ പല അവസരങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിന് പറ്റിയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിനകത്ത് ഈ ഒരു കാര്യം വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഐറിഷ് എഴുത്തുകാരൻ ഓസ്കാർ വൈൽഡിന്റെ ഈ കഥയിലൂടെ നമുക്ക് സ്നേഹലത പറഞ്ഞു തന്നത്. ഏതായാലും ഇന്നത്തെ കഥ സമ്പന്നമായി. 4 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നു. അവതരിപ്പിച്ച ശ്രീകുമാരി മാഡത്തിനും സ്നേഹലത മാഡത്തിനും അഭിനന്ദനം. താങ്ക് യു. Thank you, sir. ശ്യാമള മാം കൂടെ കേൾക്കുന്നുണ്ടോ? ശ്യാമള ശോകൻ കേൾക്കാമോ? മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രീകുമാരി മാമിന്റെ കഥ ശ്യാമള പറയും. ഹലോ. പറയും പറഞ്ഞോളൂ. പിന്നെ നല്ല രസമായിട്ട് ഒരു കഥ കേട്ടു. ഞാനിപ്പോ വന്നുള്ളൂ, അതിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഓണാക്കാതിരുന്ന്.
എന്നാലും വളരെ ആസ്വദിച്ച് ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ചിലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപോകുന്ന ഒരു കഥാപാത്രങ്ങളായിട്ട് നമുക്കതിനെ പെടുത്താൻ പറ്റി. സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ കെയർഫുൾ ആകേണ്ട അതിന്റെ ആവശ്യകത നന്നായിട്ട് മനസ്സിലായി. ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരു ഗുണപാഠം പോലെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ രസകരമായി മാം അത് അവതരിപ്പിച്ചു. താങ്ക് യു സർ ഓൾ. താങ്ക് യു ഓൾ. ശ്രീകുമാരി മാമിന്റെ കമന്റ്സ് കൂടെ പറയൂ കഥകളെ കുറിച്ച്. ആദ്യം കുടുംബത്തിന്റെ മഹിമ. കുടുംബമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണെങ്കിലും അങ്ങനെ നാം എല്ലാവരുടെ കുടുംബത്തിൽ അങ്ങനെ ആണെന്നാണ് ആഗ്രഹം. പക്ഷേ അത് ചില ഇടങ്ങളിലൊന്നും അത് ശരിയായി വരുന്നില്ല എന്നുള്ളതും കൂടെയാണ് ഞാനിത് അവതരിപ്പിച്ചത്. എങ്കിലും നാം ശ്രമിച്ചാൽ ഇമ്പമാക്കി എടുക്കാം. വിക്രമാദിത്യന്റെ സദസ്സിൽ രത്നങ്ങളെക്കാളും മാണിക്യത്തെക്കാളും മരകതകത്തെക്കാളും ഏറ്റവും നല്ലത് കുടുംബമാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അനുകരണീയമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴെങ്കിലും മനുഷ്യന്റെ മനസ്സിന് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുമല്ല. അങ്ങനെ നെഗറ്റീവായി ഇരിക്കുന്നവർക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എണ്ണയുടെ കഥ, അതിപ്പോ ഈ കൂടുതലും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻജോയ്മെന്റിനെ മാത്രം നാം നോക്കി നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, മക്കളെ പറ്റി നമ്മൾ നോക്കും. പിന്നെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുന്നത് നമ്മുടെ മാക്സിമം സഹായം എല്ലാവർക്കും ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ പോലെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ. അതുപോലെയുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കളെ മറക്കാൻ പാടില്ല. വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലയിടത്തൊക്കെ കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ചില കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത് അമ്മയുടെ ഉത്തരവാദിത്ത അമ്മ തന്നെയാണ്. നമ്മളെ കുടുംബത്തിൽ നമ്മുടെ സെൽഫ് ഫോർമേഷൻ വളരെ ബാല്യകാലത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതിന് നമ്മുടെ സ്വാധീനിച്ച കരങ്ങൾ ഏതെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ. നാം എങ്ങനെയാണ് വളർന്നു വരുന്നത്, നാം സമുദായത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ വൽക്കരണം, നമ്മുടെ വളർന്ന് വലുതായി വരുമ്പോൾ ആരായി തീരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മയുടെ കരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതിൽ അമ്മയുടെ പ്രാധാന്യം, അമ്മയുമായിട്ട് തന്നെയാണ് മക്കൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത്. അങ്ങനെയല്ലേ അമ്മയ്ക്ക് ഉള്ള പ്രാധാന്യം. കുട്ടിക്കാലത്ത് അവർ നമ്മെ പ്രശംസിക്കുന്നു, മോൻ മിടുക്കനാണെന്ന് പറഞ്ഞ്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് പ്രശംസ കേൾക്കുമ്പോൾ കൂടുതൽ നാം അങ്ങനെ അതിലോട്ട് ഇഴുകി ചേരാനുള്ള, ഇനിയും എനിക്ക് മിടുക്കനാവണം, എനിക്ക് പഠിക്കണം. കൊച്ചുകുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് ഞാൻ എൻ്റെ കൊച്ചിലെ അവൾക്ക് മാർക്കൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കും. അപ്പോൾ അവൾ വിചാരിക്കും ഞാൻ ദേഷ്യപ്പെട്ടില്ല. അങ്ങനെ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ വളരെ സന്തോഷമായി. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അമ്മ പഠിക്കണ്ടേ, രാവിലെ എണീറ്റുടനെ പഠിക്കണ്ടേ അമ്മ. പിന്നെ എനിക്ക് ഒരു കാര്യം, നമ്മൾ അമ്പലത്തിൽ പോയി എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ, എനിക്കതിപ്പോ ആലോചിക്കാൻ ഡോക്ടറാവണം മോളെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. എന്നാലും അവളെ ഉള്ളിനകത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, എപ്പോഴും പഠിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രം. പക്ഷെ അങ്ങനെ അതും അത്ര അതൊരു നല്ലതായിട്ട് എനിക്കിപ്പോ തോന്നില്ല. കൂടുതൽ അമിതമായാലും അമൃതം വിഷം. എനിക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ടായിരുന്നു. അത് നമ്മളെ മക്കളിലൂടെ ഇപ്പോഴുള്ള പാരന്റിങ്ങൊന്നും വന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ച് പഠിത്തത്തിൽ വല്ല അലർജി ഉണ്ട്. LKG തൊട്ടേ 100-100 50 മാർക്ക് വാങ്ങണം എന്നൊരു മുഖം.
അത് തെറ്റായി പോയി എന്ന് എനിക്കുണ്ട് ഇപ്പൊ തോന്നുന്നു. രണ്ടാമത്തെ മോളാണെങ്കിൽ അവളെ ഇഷ്ടം അനുസരിച്ച് അവൾ പഠിക്കും. അവൾക്കൊന്നിനും ഇതുവരെ അങ്ങനെയാണ് അവളിപ്പോ ജോലി വരെ റിസൈൻ ചെയ്ത് ഇച്ചിരി തീരെ ചെറിയ ഇപ്പൊ 2 വയസ്സായപ്പോ തന്നെ പഠിപ്പിക്കാൻ പഠിച്ചു. വലിയ മോളുടെ മോൾ വലിയ ആളാണ്. അങ്ങനെ അമിതമാകണ്ട, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നമ്മൾ സൂക്ഷിക്കും. നല്ല നിലയിൽ അവർ രണ്ടുപേരും നല്ലതായി തന്നെ താമസിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ആ ആദ്യതയിലുള്ള ഒരു തെറ്റ് എനിക്ക് മനസ്സിലായി. കൂടുതലായി നമ്മളെ മോഹമാണ്, അത് അതിമോഹം. അത് നമ്മുടെ കുഴപ്പമാണ് അല്ലേ? എനിക്ക് 2 മാർക്ക് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. ഏതോ ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും 2 രീതിയിൽ വളർന്നു. നല്ല മിടുക്കരായിരുന്നു. അമ്മയ്ക്ക് അവരുടെ തന്നെയാണ് ലാസ്റ്റ് കഥയോ മാം എഴുതിയ ലാസ്റ്റ് കഥ എന്ന് വെച്ചാല് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചില സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചുറ്റുപാടും ചില കാര്യങ്ങൾ കണ്ടു. അപ്പൊ അങ്ങനെ കുടുംബ ജീവിതത്തിൽ നിന്ന് വിള്ളലേൽക്കുന്നതായ ചില സംഭവങ്ങൾ ഞാൻ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് അങ്ങനെ ഒരു കഥ ഇങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോ തോന്നി. സ്വപ്നത്തിലൂടെ ആണെങ്കിൽ അയാൾ അവസാനം മനസ്സിലാക്കുന്നത് എന്റെ ഭാര്യയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മുടെ കുടുംബത്തിന്റെ താളപ്പിഴകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ആ കുടുംബത്തിൽ തന്നെ എന്തുമാത്രം വേദന ഉണ്ടാകുന്നു. ഇപ്പം അമ്മയ്ക്കും മക്കൾക്കും അച്ഛനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവസാനം ആ വെളിച്ചം അയാൾക്കുണ്ടായല്ലോ. അതൊരു നല്ല കഥയായി തോന്നുന്നുണ്ട്. പിന്നെ വേറെ കഥകളുണ്ട്. എന്റെ കഥ ഇതൊക്കെ മാസികയിൽ വന്ന കഥകളാണ്. ഇതില് അക്ഷര അർത്ഥവത്തായ കഥകള് പക്ഷെ നമ്മൾ പറയുമ്പോ എനിക്ക് തോന്നുന്നു ജോഷ് സാർ അതിനെ കുറിച്ച് പറയും. അതിനു മുമ്പ് സ്നേഹലത മാം ഇവിടെ പറയും. സ്നേഹലത മാമിന്റെ കഥ നല്ല കഥയായിരുന്നു. ഓസ്കറിന്റെ അത് ഞാൻ ഓർമ്മിച്ചില്ല ഇന്ന് ബർത്ത്ഡേയുടെ ഒന്നും. പിന്നെ ഒരു സുഹൃത്തിന്റെ ചതിയുടെ കഥയാണ് 2ാമത്തേതിൽ പറയുന്നത്. ഡിവോട്ടഡ് ഫ്രണ്ട്. പക്ഷെ അത് അയാൾ മനസ്സിലാക്കാതെ പോകുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം ഇപ്പൊ സെൽഫ് ലവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മളെയും സ്നേഹിക്കണം. മറ്റുള്ളവരെ മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ പരോപകാരം ചെയ്യുക, അത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാൽ നമ്മളെപ്പറ്റി തന്നെ ആദ്യം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണം. ഇതങ്ങനെ ചെയ്യാതെ അയാൾക്ക് വേണ്ടി ഒടുവിൽ അയാളെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. അതൊരു ബോധവൽക്കരണ ക്ലാസ് തന്നെയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. മേഡം അങ്ങനെ സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. വേറെ വലിയ കഥയായിട്ട്. ഓക്കെ, സ്നേഹലത മാം കൂടെ പറയും. ശ്രീകുമാരി മാഡത്തിന്റെ കഥകള് എല്ലാം കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള കഥകള് വളരെ നന്നായിരുന്നു. ആദ്യത്തെ കഥയിൽ വിക്രമാദിത്യന്റെ കഥയും കൂടെ ഉൾപ്പെടുത്തി അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് നല്ല ഇതായിട്ട് പറഞ്ഞു. പിന്നെ 2ാമത്തെ കഥയില് മകൻ അമ്മയുടെ ചെവി അടിച്ചു പറിക്കുന്നത്, അത് മാസികയിൽ വന്ന കഥയാ മാഡം അല്ലേ? ഞാനിത് ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. അന്ന് എൻ്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞിരുന്നത് കാവാലം പാറു എന്ന് പറഞ്ഞ് ജോഷ് സാറിനോട് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ മകനെ ഇങ്ങനെ കള്ളം ചെയ്തതിനൊന്നും തടഞ്ഞില്ല. അപ്പൊ അവൻ അവസാനം ഇങ്ങനെ ചെയ്തു എന്ന് എൻ്റെ അടുത്ത് കൊച്ചിലേ പറഞ്ഞു തന്നിട്ടുണ്ട്. കാവാലം പാറു എന്നാണ്. അത് റിയൽ സംഭവമായിരിക്കും. അത് വെച്ച് ആരെങ്കിലും മാസികയിൽ കഥ എഴുതിയതായിരിക്കും. പിന്നെ 3ാമത്തേല് ഈ ഭർത്താവ് അവസാനം ഭാര്യയാണ് ഏറ്റവും നല്ല സുന്ദരി എന്ന് തിരിച്ചറിയുന്ന കഥയും വളരെ നന്നായിരുന്നു. പിന്നെ എൻ്റെ കഥ, ഞാൻ പറഞ്ഞ കഥ എനിക്കിന്ന് ഓസ്കാർ വൈൽഡിന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഇന്ന് പറയാമെന്ന് വിചാരിച്ചത്. അതിലും ഡിവോട്ടഡ് ഫ്രണ്ടാന്ന് പറയും, പക്ഷെ തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യത്തില്ല. എല്ലാം ഇങ്ങോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഡിവോട്ടഡ് ഫ്രണ്ട്. അത് ഈ പശിയുടെ കൊണ്ടൊക്കെ പറയിച്ച അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത സമയത്താണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് അവസരം തന്നതിന് സാബു സാറിന് ഒരുപാട് നന്ദി. എല്ലാവരും അഭിപ്രായം പറഞ്ഞതിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. ഇതുപോലത്തെ സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ അല്ലേ? ഈ സ്വഭാവമുള്ള എല്ലാം എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ജനറേഷന്റെ ഒക്കെ ഒരു തലമൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അർത്ഥപൂർണമായ ഒരു കഥയാണ്. അതെ സാർ, ഏത് കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്.
നല്ല രണ്ട് സൈഡ് സുഹൃത്തുണ്ടായാൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ, ഇടത്തും വലത്തും ചങ്ങാതി ഉണ്ടെന്ന് മനസ്സിലായി. ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയും, ചങ്ങാതിയാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറയുമെങ്കിലും അതിലും ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. നമ്മള് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ, ഒരാളുടെ തോളിൽ കയറിയാലോ അടുത്ത ആൾ ജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ജയിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അച്ഛനെ തന്നതാ. അപ്പൊ എനിക്ക് ഞാൻ മ്യൂട്ട് ചെയ്യാം. അതുപോലുള്ളൊരു സാഹചര്യം ഇപ്പൊ ഇല്ല. കാരണം ഇപ്പൊ ഒറ്റ കുട്ടിയാണുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2. പണ്ടത്തെ പോലെ 5ഉം 6ഉം ഒക്കെ ഉള്ളവരെ കോമ്പീറ്റ് ചെയ്ത് എല്ലാവരെയും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ പോയി. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ഒത്തിരി മാനങ്ങളുണ്ട്. ശരിക്കും പകുത്ത് കൊടുക്കാനും പകുത്തെടുക്കാനും ഒക്കെ പറയേണ്ടതാണ്. അവന ടീച്ചർ ആ കഥയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നമ്മുടെ അൺമ്യൂട്ട് ചെയ്തു. ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ട്രെൻഡാണ്. ഓസ്കാർ വൈൽഡ് വളരെ മുമ്പേ പറഞ്ഞതാണെങ്കിലും ആ ട്രെൻഡ് ഇപ്പോഴാണ് കുറച്ചും കൂടി ഷോ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ 1,65,00,000 പോയ കാര്യം പറയുന്നത് കേട്ടു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ചാടിക്കുന്നതെന്ന് തോന്നുന്നു. മണി ചെയിന് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒത്തിരി പ്രസക്തിയുള്ള, ഇപ്പം അങ്ങനെ അത്രയും വളരെ നേരത്തെ ഈ കഥ എഴുതിയത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ സംശയം. അന്നത്തെ കാലത്ത് ഇത്രയ്ക്കൊന്നും എന്താ പറയുക പൊല്യൂട്ടഡ് ആയിരുന്നില്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ മുൻകൂട്ടിയാണല്ലോ കഥാകൃത്തുക്കളെല്ലാം കാണുന്നത്. നല്ല കഥയായിരുന്നു, ഓക്കെ പ്രസക്തമായ കഥകളായിരുന്നില്ല. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശ്രീകുമാരി മാമിനും സ്നേഹദ മാമിനും നന്ദി പറയുന്നു. അപ്പോൾ നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ അടുത്തൊരു സെഷൻ, അത് നാർസിസ്റ്റിക് NPD തന്നെയാണ്. NPD ആയ ഒരു വ്യക്തി എങ്ങനെ അത് തിരിച്ചറിയും എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ആ രീതിയിലാണ് നാളെ ആന്റണി സാർ അത് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? താങ്ക് യു. മുദ്രാതെറാപ്പിയുടെ ക്ലാസ് ഇനിയിപ്പോൾ നമുക്കുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു സർ.